സുപ്രീം കോടതി പോലും അവിടെ ക്ഷേത്രമില്ലായിരുന്നു എന്ന് തെളിച്ചു പറഞ്ഞ, വിധിപ്രസ്താവത്തിൽ തെളിച്ചു പറഞ്ഞ ക്ഷേത്രമില്ലായിരുന്നുവെന്ന് 25 വർഷത്തെ അന്വേഷണത്തിന് ശേഷം വിധിയിൽ ഗതികേടുകൊണ്ട് ആ വിധിയിൽ ഒപ്പുവെച്ച ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സംഘർഷ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ വിധി പറഞ്ഞതാണെന്ന്. സംഘർഷം സൃഷ്ടിച്ചതാരാ? ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ സംഘർഷം സൃഷ്ടിച്ച് സുപ്രീം കോടതിയെ സമ്മർദ്ദത്തിലാക്കി വിധി സ്വന്തമാക്കിയതാണ് എന്ന് ചീഫ് ജസ്റ്റിസും വെളിപ്പെടുത്തുന്നുണ്ട്. അവരും പറഞ്ഞു അവിടെ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടില്ല. പൊളിച്ചതാണെങ്കിലല്ലേ അത് രാമക്ഷേത്രം പണിയാൻ യോഗ്യമാവുകയുള്ളൂ. പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയലാണ്. പള്ളി പൊളിച്ച് ക്ഷേത്രം പണിതാൽ ഭക്തനായ ഒരു ഹിന്ദുവിനും ഒരിക്കലും അതിൻ്റെ ഭാഗമാകാൻ പറ്റില്ല. ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു കാക്ക വന്നിട്ട് സുപ്രീം കോടതി അയാളുടെ ആർക്കിയോളജിക്കൽ സർവേ നടത്തിയിട്ട് താജ്മഹൽ പോലും ഹിന്ദു ക്ഷേത്രമാണെന്ന് പറയാൻ അങ്ങനെ ചില ആളുകളെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകളൊന്ന് തൊട്ടുകൊടുത്താൽ എല്ലാം ശുദ്ധമാകും, എല്ലാം ഹൈന്ദവമാകും. പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുത്താൽ നിരവധി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുക്കാമെന്ന് പണ്ടൊരു ചൊല്ലുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു കാക്കായെ കൊണ്ട് തൊടിയിച്ചെടുത്താൽ എല്ലാം ന്യായീകരിക്കപ്പെടുമെന്ന വിധത്തിൽ ഒരു മുഹമ്മദ് വന്നിരുന്ന് പറയുകയാണ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. സുപ്രീം കോടതി 25 കൊല്ലം ഇവൻ്റെ ഒക്കെ തെളിവുകളെ തോട്ടിലെറിഞ്ഞതാണ്. എന്നിട്ടും ഇപ്പോഴും വന്നിരുന്ന് നാണമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം മുസ്ലിം നാമധാരികളാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശല്യം, പുറത്തുള്ളവരല്ല. പരിശുദ്ധമായ ഇസ്ലാം അത് പ്രധാനമായും ഊന്നുന്ന കാര്യങ്ങൾ, പ്രധാനമായി പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മൗലികമായ അതിൻ്റെ അന്തസ്സത്തെ എന്നത് ആദരവിലധിഷ്ഠിതമാണ്. ആദരിക്കേണ്ടതിനെ ആദരിക്കുക, വന്ദിക്കേണ്ടതിനെ വന്ദിക്കുക, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക. ഈ ഒരു അടിസ്ഥാന ഗുണം ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനകളിലും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ധാരാളമായി ആരാധനാ രൂപങ്ങൾ പടച്ചറബിൻ്റെ മുമ്പിൽ സമർപ്പിച്ചതുകൊണ്ട് ആ ആരാധന അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടുകൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മറിച്ച് ആ ആരാധനകളെല്ലാം ശരിയായ അള്ളാഹുവിനോടുള്ള മഹത്വത്തിലും അവനോടുള്ള ആദരവിലും ഊന്നിയുള്ളതാകണം എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്ന ഓരോ ആരാധനകളും പലപ്പോഴും അള്ളാഹുവിനെ നമ്മൾ എത്ര കണ്ട് ആദരിക്കുന്നു എന്ന നമ്മുടെ മാനസിക നിലയെ അളന്ന് തൂക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോടുള്ള അള്ളാഹുവിൻ്റെ നിലപാടുകളെ അള്ളാഹു രൂപപ്പെടുത്താനും വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അള്ളിമു ശആഇറല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ കാണാം. നിങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്താണ്? ഏതെങ്കിലും നിറമുള്ള കൊടിയാണോ? ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അതുമാകാം, ആയിക്കൂടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. ഹദീസിൽ കാണാം, ഖിയാറു ഇബാദില്ലാഹ് അല്ലദീന ഇദാ റുഊ ദുഃഖിറല്ലാഹ്. അള്ളാഹുവിൻ്റെ നല്ല അടിയാറുകൾ, നല്ല ദാസന്മാർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവരെ കണ്ടാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മൾ അള്ളാഹുവിൻ്റെ നല്ല അടിയാന്മാരാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു അടയാളം റസൂലുള്ളാഹി പറഞ്ഞത് അതാണ്. നമ്മൾ കണ്ടാൽ അള്ളാഹുവിൻ്റെ ഓർമ്മ വരിക എന്ന്. നമുക്കറിയാം, മുമ്പൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാർ ചിലപ്പോഴേ അള്ളാഹയെ മറന്ന്, അള്ളാഹുവിൻ്റെ ഓർമ്മ മറന്ന്, ദീനിൻ്റെ നിർദ്ദേശം മറന്ന് ശിരസൊക്കെ തുറന്നിട്ട് നടന്നു പോകും. പക്ഷെ വഴിയിൽ ആരെങ്കിലും ഒരു പ്രായമായ ഒരു മുസ്ലിമിനെ കണ്ടാൽ, ഒരു നരച്ച താടിയുള്ള ആരെങ്കിലും കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ കണ്ടാൽ, അവർ പെട്ടെന്ന് അവരുടെ തലയിൽ മുണ്ട് വലിച്ചിട്ട് അവർ കടന്നു പോകും. ആ ഉസ്താദുമായി പരിചയമൊന്നുമില്ല, അതുകൊണ്ട് ഉസ്താദിന് പ്രത്യേകിച്ചൊന്നും കിട്ടാനുമില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക്. പക്ഷേ അതിനെന്താണ് കാരണം? അള്ളാഹുവിനെ മറന്നുപോയ ആ പെണ്ണ് ആ വ്യക്തിയെ കണ്ടപ്പോൾ അള്ളാഹുവിനെ ഓർത്തു. ഒരു മനുഷ്യൻ, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യൻ, ഖിയാറു ഇബാദില്ലാഹ് അല്ലദീന ഇദാ റുഊ ദുഃഖിറല്ലാഹ്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാരെന്നറിയോ? അവരെ കണ്ടാൽ അള്ളാഹുവിൻ്റെ ഓർമ്മ വരും. ഇന്ന് നമ്മുടെ അവസ്ഥ ഏതാണോ? അത് വേറൊരു വിഷയമാണ്, ഞാനങ്ങോട്ട് പോകുന്നില്ല. നമ്മളിന്ന് അള്ളാഹുവിനെ എന്നെങ്ങാനും കണ്ടിട്ട് അള്ളാഹുവിൻ്റെ ആളാണെന്ന് വല്ല ഓർമ്മയും വന്നേക്കുമോ എന്ന് വിചാരിച്ച് അതിൻ്റെ സാധ്യതകൾ ഒരിക്കൽ ഒരു വേള തലയിലൊരു തൊപ്പിയോ അല്ലെങ്കിൽ മുഖത്ത് ഇസ്ലാമികമായ ഒരു താടിയോ അങ്ങനെ എന്തെങ്കിലും അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ചിഹ്നങ്ങളുണ്ടെങ്കിൽ അത് തുടച്ച് മായ്ച്ച് കളയാൻ ശ്രമിക്കുകയാണ്. എന്നെ കണ്ടിട്ട് അള്ളാഹയെക്കുറിച്ച് ആരും ഓർത്തു പോകരുത്, ഞാൻ അള്ളാഹയുടെ ആണെന്നും കരുതി കഴിയും, ഞാനൊരു മൗലികവാദിയാണെന്നൊന്നും ആർക്കും തോന്നരുത്, ഞാനൊരു മതേതരനാണ് എന്ന് ബോധിപ്പിക്കുന്ന ആളുകൾ ഈ ലോകത്തെ നല്ലവരല്ലെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നെ എന്താണ് ചീത്ത മനുഷ്യരുടെ ലക്ഷണമെന്ന് പറയുന്നത്? അത് വേറെ വിഷയം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സഹോദരങ്ങളെ, ആദരവ് എന്ന് പറയുന്നത് ദീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് അള്ളാഹു ആദരിച്ചത് വ്യക്തിയെ ബഹുമാനിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിയെ ബഹുമാനിക്കുക എന്നത് ഒരാൾക്ക് ഈമാനുണ്ട്, പടച്ചവനോട് ബഹുമാനമുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ്. ചില ആളുകൾ വിചാരിക്കും, അയാളെങ്ങും ബഹുമാനിക്കണ്ട, അയാൾ ബഹുമാനിച്ച അയാൾ ചിലപ്പോൾ പൊങ്ങിപ്പോവും. ആരെങ്കിലും ആലിമീങ്ങളെയോ സാലിഹ്യങ്ങളെയൊക്കെ കണ്ടാൽ അയാൾക്ക് വലിയ ആളാണെന്ന് തോന്നും. ആർക്കും ഒന്നും തോന്നാനൊന്നുമില്ല. ആർക്കെന്ത് തോന്നിയാലും ആദരിക്കേണ്ട ഒരു വ്യക്തിയെ, ആദരിക്കേണ്ട ഒരു അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന വസ്തുവിനെ, അതാണ് വിഷയം. ഞാനതാ പറഞ്ഞത്. പള്ളി ചിഹ്നമാണ്. അള്ളാഹു ഷാഇറല്ലാ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ആദരിക്കുക. അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് പള്ളി. സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ പലതുണ്ട്. അതിനെയൊക്കെ ബഹുമാനിക്കണം നമ്മൾ. പള്ളിയിലെ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നത് അവൻ നല്ല മനുഷ്യനാണെന്നതിൻ്റെ അടയാളമാണ്. പള്ളിയോട് ആദരവില്ലാത്തവൻ പള്ളിയിൽ എന്തുമാകാം. പഞ്ചായത്തിൽ പോയാൽ അടിമേടിക്കും, സൂക്ഷിക്കും. പോലീസ് സ്റ്റേഷനിൽ പോയാൽ തല്ല് കിട്ടും, സൂക്ഷിക്കും. റോഡിൽ മര്യാദക്കാരനാണ്, സൂക്ഷിക്കും, അടിമേടിക്കും. പള്ളിയിൽ വന്നാൽ എന്ത് തോന്നിയാസമാകാം, ആരോടുമാകാം, എന്തും പറയാം, എന്ത് ഒച്ചപ്പാടും ബഹളവും ചീത്തയുമാകാം. അത് കമ്മിറ്റിയുടെ പേരിലാകാം, കമ്മിറ്റി തിരഞ്ഞെടുപ്പിൻ്റെ പേരിലാകാം. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്താ ഇതിനർത്ഥം? അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് ബഹുമാനമില്ലാത്ത ദുനിയാവിലെ കെട്ടവന്മാരാണിവരെന്ന്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടാതെ നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനം വളരെ വലുതാണ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. അത് വ്യക്തിയാകട്ടെ, അതുപോലെ തന്നെ അതാണ് ഉലമാക്കളെ ബഹുമാനിക്കുന്നത്, സ്വാലിഹീങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നത്, അമ്പിയാക്കളെ നമ്മൾ ബഹുമാനിക്കുന്നത്, ഔലിയാക്കളെ നമ്മൾ ബഹുമാനിക്കുന്നത്. ബഹുമാനിക്കലാണ്. ബഹുമാനത്തിനപ്പുറത്തേക്ക് അത് ആരാധനയല്ല. ആരാധനയിലേക്ക് കടന്നു പോകുന്നത് വേറെ. ആരാധന പാടില്ലെന്നതുകൊണ്ട് ആദരവ് പാടില്ലെന്ന് വിചാരിക്കുന്നത് അതിനേക്കാൾ വലിയ മൗഢ്യമാണ്. ആരാധന പാടില്ല, വാപ്പയും ഉമ്മയും ആരാധിക്കാൻ പാടില്ല, പക്ഷെ വാപ്പയും ഉമ്മയും ബഹുമാനിക്കൂല. പക്ഷെ ബഹുമാനം കൃത്യമായി വേണം. ബഹുമാനം എങ്ങനെയുണ്ടാകണേ? എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ട്, അതും ബഹുമാനമാവില്ല. ബഹുമാനം പ്രകടിപ്പിക്കണം. സ്നേഹം എങ്ങനെയാ വേണ്ടേ? സ്നേഹമൊക്കെ എനിക്കുണ്ട് പറഞ്ഞാലാവോ? സ്നേഹം പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കുന്ന സ്നേഹമേ സ്നേഹമാകൂ. മുഹമ്മദ് മുസ്തഫ. ഞാനത് നിങ്ങളോട് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവനൊരു സ്നേഹമില്ല. അത് വാപ്പ മക്കളോടാകട്ടെ, ഭാര്യ ഭർത്താവിനോടാകട്ടെ, മക്കൾ മാതാപിതാക്കളോടാകട്ടെ, അവർ പ്രകടിപ്പിക്കുന്നില്ല. അത് സ്നേഹമേ അല്ല. അവർക്ക് സ്നേഹമൊന്നുമില്ല. പ്രകടിപ്പിക്കുക തന്നെ വേണം. കാരണം സ്നേഹം ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ബഹുമാനം എങ്ങനെയാ? ഉണ്ടോ ബഹുമാനം? ആരോട്? ബഹുമാനിക്കേണ്ടവരോട്. അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നവർ, അള്ളാഹുവിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്നവർ, അത്തരം ആളുകൾ, അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, അത്തരം ആളുകളോട്. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമ ദിശ്ശൈബത്തിൽ മുസ്ലിമി വഹാമിലിൽ ഖുർആൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോടൊരാൾക്ക് ബഹുമാനമുണ്ടെന്നതിൻ്റെ അടയാളമാണ് ഇക്റാം ദിശ്ശൈബത്തിൽ മുസ്ലിം. നരബാധിച്ച മുസ്ലിമിനെ ബഹുമാനിക്കുക. അപ്പോൾ ഡൈ ചെയ്ത മുസ്ലിമിനെ ബഹുമാനിക്കേണ്ടെന്നും കൂടെ അതിനകത്തുണ്ട്. അല്ല, അതിനർത്ഥം നരയില്ലല്ലോ, ഉണ്ടല്ലോ. അതാ ഉമ്മത്തിന്, ഈ സമുദായത്തിനെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന ശീലം പോയത് അതുകൊണ്ടാണ്. കാരണം ബഹുമാനിക്കേണ്ട ആളുകൾ അവരുടെ മുമ്പിൽ കിട്ടണ്ടേ. അപ്പോൾ ബഹുമാനിക്കാൻ ചവർ പോലെ ആൾ വേണം അവർക്ക്. പക്ഷെ നോക്കുമ്പോൾ കാണാനില്ല. പിന്നെ എങ്ങനെ അവർ ബഹുമാനിക്കണം? മുതിർന്നവരാണെന്ന് വിചാരിക്കുന്നവരെ കാണുമ്പോൾ എന്നേക്കാൾ അവർ കണ്ടാൽ ക്യൂട്ടാണ്, ചെറുപ്പക്കാരാണ്, പിന്നെ ബഹുമാനം പോവാം. ഇക്റാമ ദിശ്ശൈബത്തിൽ മുസ്ലിം.
നരബാധിച്ച മുസ്ലിമിനെ എന്ന് പ്രത്യേകം പറഞ്ഞു. പ്രായമായ എന്നല്ല പറഞ്ഞു, നരബാധിച്ച. അത് നോക്കിക്കോളൂ. നരയെ ഒളിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആദരവ് സ്വയം നഷ്ടപ്പെടുത്തുകയും ആദരിക്കാനുള്ള സമൂഹത്തിൻ്റെ മനോഭാവത്തെ തന്നെ തകർത്ത് കളഞ്ഞ് അനാദരവിൻ്റെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും നിന്ദയുടെയും ഒരു സംസ്കാരം ലോകത്ത് നടപ്പിൽ വരുത്തുന്നതിൽ പങ്കുവഹിക്കുന്ന ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ മാറ്റി നിർത്തുകയാണ്. ഇന്ന് ആദരവ് എവിടെയും പഠിപ്പിക്കപ്പെടുന്നില്ല, അവഹേളനം എല്ലായിടത്തും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പരിഹാസം, അവഹേളനങ്ങൾ, അതിൻ്റെ മേളകൾ നടത്തപ്പെടുകയാണ്. പരിഹാസമേളകൾ, ചിരിപ്പിക്കൽ മേളകൾ. ചിരിപ്പിക്കുന്നപ്പോഴാണ് ആദരവുകൾ അവഹേളിക്കപ്പെടുന്നിടത്താണ് ചിരിപ്പിക്കൽ ഉണ്ടാകുന്നത്. പരിഹാസം, ആദരവ് അവഗണിക്കപ്പെടുന്നിടത്താണ് പരിഹാസം തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നതാണ്. അതിന് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ ഇന്നമിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമതി ശൈബത്തിൽ മുസ്ലിം വഹാമിലിൽ ഖുർആൻ. ഖുർആൻ വഹിച്ച പണ്ഡിതനെ ബഹുമാനിക്കുക. ഒരാൾ നിസ്കരിക്കുന്നു എന്നുള്ളതല്ല അള്ളാഹുവിനെ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ അടയാളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളം അതല്ല. നിസ്കരിച്ചു എന്നുള്ള അള്ളാഹുവിനെ ബഹുമാനിച്ചു എന്ന് അർത്ഥമൊന്നുമില്ല. ബഹുമാനിക്കാത്തവനും നിസ്കരിക്കാം. അള്ളാഹുവിൻ്റെ ശത്രുക്കൾ നിസ്കരിച്ചിട്ടുണ്ട്. മുനാഫിക്കുകൾ മുടങ്ങാതെ 5 വഖത്ത് ജമാഅത്ത് മുടങ്ങാതെ നിസ്കരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അപ്പോൾ നിസ്കരിച്ചത് കൊണ്ട് ഒരാൾക്ക് അള്ളാഹുവിനോട് ബഹുമാനം ഉണ്ടോന്നൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ നിസ്കരിച്ചിട്ട് കളി പിടിക്കാൻ പോകുന്നത്, നിസ്കരിച്ചിട്ട് പെണ്ണ് പിടിക്കാൻ പോകുന്നത്, നിസ്കരിച്ചിട്ട് പലിശ മേടിക്കുന്നത്. അപ്പം നിസ്കരിച്ചവൻ അള്ളാഹയെ ബഹുമാനിച്ചു എന്നൊന്നും തീർച്ചയൊന്നുമില്ല. അതിന് പല കാരണങ്ങളുണ്ട്. നിസ്കാരം ഇല്ലാതെ നടന്നേക്കാം ബഹുമാനിച്ചിട്ട് എന്നും വിചാരിക്കേണ്ട. കാരണം നിസ്കരിക്കാതിരിക്കാനും കഴിയില്ല. യഥാർത്ഥ ബഹുമാനം ഉള്ളവനും നിസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആരും ഒളിച്ചോടാനൊന്നും നോക്കണ്ട അതിൻ്റെ പേര് പറഞ്ഞിട്ട്. ഇത് ഞാൻ ഇക്റാമത് ശൈബത്തിൽ മുസ്ലിം വഹാമിലുൽ ഖുർആൻ. ഖുർആൻ വഹിച്ച പണ്ഡിതന്മാരെ ബഹുമാനിക്കുക. ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? ബഹുമാനിക്കുന്ന ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട്. ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അള്ളിമു ശആഇറല്ലാഹ്. മറ്റൊരായത്തിൽ പറഞ്ഞു വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നാ മിൻ തഖ്വൽ ഖുലൂബ്. ആരല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നുവോ, ബഹുമാനിക്കാൻ ആർക്കല്ലാഹു ഭാഗ്യം നൽകിയോ, ഫഇന്നാ തീർച്ചയായും അത് മിൻ തഖ്വൽ ഖുലൂബ്, അവൻ്റെ ഉള്ളിൽ തഖ്വയുള്ളതിൻ്റെ പേരിലാണ്. ഉള്ളിൽ തഖ്വ ഉണ്ടായിപ്പോയി, ബഹുമാനിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ബഹുമാനം കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. വേണ്ടെന്ന് വെച്ചാൽ കാരണം ഉള്ളിൽ തഖ്വ ഉണ്ടായിപ്പോയി. ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ ബഹുമാനിച്ചവരെ അള്ളാഹു ബഹുമാനിക്കാൻ പലതും വെച്ചിട്ടുണ്ട് ഇവിടെ, ധാരാളമുണ്ട്. അതുകൊണ്ട് ബഹുമാനിക്കേണ്ടവരെയൊക്കെ ബഹുമാനിക്കണം. ബഹുമാനിക്കാതിരുന്നതിൻ്റെ ഒരു വലിയ അപകടം ലോകത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇബ്ലീസിൻ്റെ അവസ്ഥയാണ് ഉണ്ടാകുക. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ പോയാൽ ഉണ്ടാകുന്നത് ഇബ്ലീസിൻ്റെ അവസ്ഥയാണ്. ഇബ്ലീസിന് എന്താ പറ്റിയേ? അള്ളാഹു ഒരാളെ ബഹുമാനിക്കാൻ പറഞ്ഞു. അള്ളാഹെ ബഹുമാനിക്കാനല്ല പറഞ്ഞേ, അള്ളാഹു ഒരാളെ ബഹുമാനിക്കാൻ പറഞ്ഞു. അതാരാണ്? ആദം നബി, നമ്മുടെ വാപ്പേ. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു അതെൻ്റെ പരിപാടി പടച്ചവനോട്, എന്നെ നീ തീ കൊണ്ട് സൃഷ്ടിച്ചിട്ട് മണ്ണ് കൊണ്ട് അയാളെ സൃഷ്ടിച്ചിട്ട് മണ്ണ് കൊണ്ട് പടച്ച ആദമിനെ സുജൂദ് ചെയ്യാൻ നീ എന്നോട് പറഞ്ഞത് എനിക്കൊരവഹേളനമാണ്, അതുകൊണ്ട് ഞാനത് അംഗീകരിക്കില്ല. നോക്കിക്കേ, ബഹുമാനിക്കാൻ അള്ളയെ ബഹുമാനിക്കാത്തത് കൊണ്ടല്ല ഇബ്ലീസ് മോശമായത്. അള്ളയെ ബഹുമാനമൊക്കെ ഉണ്ട്. കാരണം നീ സൃഷ്ടിച്ചു, ഖാലിഖാണെന്ന് അള്ളയെ അംഗീകരിച്ചുകൊണ്ടാണ് പറയണേ. നീ എന്നെ തീ കൊണ്ട് പടച്ചു, അദ്ദേഹത്തെ മണ്ണ് കൊണ്ട് പടച്ചു. ഖാലിഖാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു ബഹുമാനം ഉണ്ടല്ലോ, അള്ളയോടുണ്ട്. പക്ഷേ അള്ള ബഹുമാനിക്കാൻ പറഞ്ഞയാളെ ബഹുമാനിച്ചില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇബ്ലീസ് നിന്ദനായത്. ആധുനിക മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിക്കോളൂ, നമ്മളും നമ്മുടെ മക്കളും പിഴച്ചു പോകുന്നത് ഇബ്ലീസ് ആകുന്നത് ബഹുമാനിക്കാൻ അള്ള പറഞ്ഞവരെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളാകുന്നവരെ, അള്ളാഹുവിനെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നവരെ, ശരിയായി പ്രതിനിധീകരിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളതാണ്. 80,000 വർഷം അള്ളാഹുവിനെ ആരാധിച്ചു, അള്ളാഹുവിൻ്റെ മലക്കുകൾക്കൊപ്പം സ്ഥാനം കിട്ടി. അതുകൊണ്ട് താൻ ആർക്കും വണങ്ങണ്ടെന്നുള്ള ആ ഇബ്ലീസിയൻ ബോധമാണ് മലക്കുകളുടെ ഗണത്തിലായി അള്ളാഹു ഇടം നൽകിയ ഇബ്ലീസിനെ ഇബ്ലീസാക്കാൻ കാരണം. അതുകൊണ്ട് ആദരവ് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നല്ല, ഇസ്ലാം ആദരവാണ്, വേറെ ഒന്നുമല്ല, വേറെ നിസ്കാരമല്ല. പറഞ്ഞല്ലോ, ഇതൊന്നും നിസ്കാരം കൊണ്ട്, നിസ്കാരത്തിൽ ആദരവ് വേണം. ആദരവുള്ളവൻ്റെ നിസ്കാരത്തിന് അള്ളാഹുടെ മുമ്പിൽ വിലയുള്ളൂ, ആദരവുള്ളവൻ്റെ ഇബാദത്തുകൾക്ക് വിലയുള്ളൂ. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അള്ളാഹു ബഹുമാനിക്കാൻ ഒരാളെക്കുറിച്ച് പറഞ്ഞു, ബഹുമാനിച്ചില്ല, ഇബ്ലീസ് പിശാചായി മാറി.
സഹോദരങ്ങളെ, ഈ ലോകത്തെ പല വസ്തുക്കളെയും അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ സ്തഫാ സഫായ മിൻ ഖൽഖിഹി. അള്ളാഹു താല തൻ്റെ സൃഷ്ടികളിൽ ചിലരെ സെലക്ട് ചെയ്തു. സെലക്റ്റീവ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളവരെ അംഗീകരിച്ചേ പറ്റൂ. ഇസ്തഫാ മിനൽ മലായികത്തി റുസുല. മലക്കുകളിൽ ചില പ്രത്യേക ദൂതന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്ത് ആദരം നൽകി. എല്ലാ മലക്കുകളും തുല്യരല്ല. ഒമിനന്നാസി റുസുല. ജനങ്ങളിലും അള്ളാഹു ചില ദൂതന്മാരെ, പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് ആദരവ് നൽകി. എല്ലാവരും ഒരുപോലെയല്ല. വസ്തഫാ മിനൽ കലാമി ദിക്റ. വചനങ്ങളിൽ അള്ളാഹു അവൻ്റെ വചനത്തിന് ആദരവ് നൽകി, അവൻ സെലക്ട് ചെയ്തു. വസ്തഫാ മിനൽ അർളി മസ്ൽ മസാജിദ. ഭൂമിയിൽ അള്ളാഹു പള്ളികളെ തിരഞ്ഞെടുത്തു. മറ്റു സ്ഥലങ്ങളും ബിൽഡിങ്സും പോലെയല്ല പള്ളി. മറ്റു സ്ഥലങ്ങളിൽ പോയിരുന്ന് കാണിക്കുന്നത് പള്ളിയിൽ നിന്ന് കാണിക്കാൻ പാടില്ല. ഇത് ഈമാൻ്റെ അടയാളമാണ്. ഇതാണ് ഈമാൻ ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളം. ഇത് നോക്കിയിട്ട് അള്ളാഹ് മാർക്കിടുന്നത്, അല്ല മുഖം നോക്കിയിട്ടല്ല, മിടുക്ക് നോക്കിയിട്ടല്ല, സൗന്ദര്യം നോക്കിയിട്ടല്ല. ഇത് നോക്കിയിട്ടാണ് അള്ളാഹുടെ മാർക്ക്, നാളെ ആഖിറത്തിൻ്റെ മാർക്ക്, നാളെ ഭാവിയുടെ മാർക്കും. ആഖിറത്തിൻ്റെ മാർക്കാണെന്ന് പറഞ്ഞിട്ടാ ചില അവിടെയല്ലേ വരുമ്പോൾ കാണാമെന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മുടെ ഈ ലോകത്തെ കർമ്മങ്ങൾ ഇന്ന് നാം ആദരിക്കേണ്ടതിനെ ആദരിക്കാതിരുന്നാൽ ഭാവിയിൽ നാം കെടുതി വിലയ്ക്ക് വാങ്ങുകയാണ്. അതുകൊണ്ട് ആദരിക്കേണ്ടതിനെ നമ്മൾ ആദരിക്കുക തന്നെ വേണം. പള്ളിയെ ബഹുമാനിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹു താല പള്ളിയെ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പള്ളിയെ അള്ളാഹു തിരഞ്ഞെടുത്ത പള്ളിയെ പൊളിച്ചടുക്കിയ ആളുകളുണ്ട്. അവർ വിചാരിച്ചു പള്ളിയെ പൊളിച്ചെടുക്കാൻ നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുമെന്ന്. അള്ളാഹു പറഞ്ഞു, ഒമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി. അള്ളാഹുവിൻ്റെ ഭവനത്തെ ആരാധനകളിൽ നിന്ന് തടയുന്നവരെക്കാൾ വലിയ അക്രമി ആരാണ്? അള്ളാഹുവിൻ്റെ ഭവനത്തെ ആരാധനയിൽ നിന്ന് തടയുന്നതിനേക്കാൾ വലിയ അക്രമി ആരാണ്? വസആ ഫീ ഖറാബിഹാ. അത് പൊളിക്കാൻ കൂട്ടുനിൽക്കുന്നവരെക്കാൾ, പണിയെടുക്കുന്നവരെക്കാൾ കൊടിയ അക്രമി ആരാണ്? ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. ഭയപ്പെട്ടല്ലാതെ അതിൽ അവർക്ക് കടക്കാനേ പാടുണ്ടായിരുന്നില്ല. പേടിച്ചല്ലാതെ അതിനകത്ത് ചുവട് വയ്ക്കാൻ പാടില്ലായിരുന്നു. ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. എന്നിട്ട് അള്ളാഹു പറയാണ്, ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ. അങ്ങനെ ആര് ചെയ്തുവോ അവർക്ക് ദുനിയാവിൽ നാണക്കേടുകളുണ്ട്, വരാനുണ്ട്, നിന്ദ്യത വരാനുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒരു പള്ളി പൊളിച്ചു, നമ്മൾ കണ്ടതല്ലേ. പൊളിച്ചിട്ട് അവിടെ ഇപ്പോൾ എന്താ, രാമൻ്റെ പേരിൽ ക്ഷേത്രം പണിതേക്കുക, അതിൻ്റെ ഉദ്ഘാടനത്തിന് വെച്ചേക്കുക. എന്തോ ഒരു ഗതികേടാണ്. അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തത് ഇവിടെ പലവർക്കും അത് ചെയ്തവർക്കൊക്കെ അത് സംഭവിച്ചു. അവർക്ക് നിന്ദ്യത വന്നു. ആ പള്ളി പൊളിക്കാൻ രഥമുരുട്ടി അധ്വാനിച്ച വ്യക്തികളുണ്ട്. അവരിന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു 10-15 കൊല്ലമായി അവർ സ്വന്തം പാർട്ടിയിൽ ഏറ്റവും വലിയ അപമാനിതരായി, പുറത്തു വരാനോ വാ തുറന്ന് മിണ്ടാനോ അനുവദിക്കപ്പെടാത്ത വിധത്തിൽ പരമനിന്ദ്യരായി അവർ കഴിയുകയാണ്. അന്നതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി എത്രമാത്രം ആ പാർട്ടിയിൽ വേട്ടയാടപ്പെട്ടു, നിന്ദ്യനാക്കപ്പെട്ടു. ഏക് ധക്ക ഔർ ദോ ബാബരി മസ്ജിദ് തോട് ദോ എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച 1-2 സന്യാസിനിമാരുണ്ടായിരുന്നു. പേര് സന്യാസിനി എന്നാണ്, അവർ സന്യാസിനിമാരൊന്നും അല്ല. അവരിന്ന് എവിടെയെന്ന് പോലും കേൾക്കാനില്ല. ചെറുപ്പക്കാരൊക്കെ ആയിരുന്നു, പേര് പോലും കേൾക്കാനില്ല. അപമാനവും നിന്ദ്യതയും കൊണ്ട് അവരുടെ മുഖത്ത് നോക്കിയാൽ പോലും അത് കളിയാടുന്നുണ്ട്. പലപ്പോഴും അവരുടെ പിക്ചറുകളിൽ സ്വന്തം പാർട്ടി പള്ളി പൊളിച്ചതിൻ്റെ പേരിൽ അധികാരം വാങ്ങിയവർ അധികാരത്തിലിരിക്കുമ്പോൾ അതിന് മുമ്പിൽ നിന്ന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകളും സ്വന്തം പാർട്ടിക്കാരുടെ കൈകളാൽ അപമാനിക്കപ്പെട്ടു. നമ്മുടെ കൺമുമ്പിൽ ഇതിനകം തന്നെ ദുനിയാവിൽ വ്യക്തികളെ പേരെടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലാത്തതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ ഒരു ചാർട്ട് എഴുതി സമർപ്പിക്കാനുണ്ട് നിങ്ങൾക്ക്. പോയിരുന്ന് എന്തൊക്കെ അവർക്ക് സംഭവിച്ചു, അവരിന്ന് ഏത് പരിതാപകരമായ അവസ്ഥയിലാണെന്നറിയാൻ. ലഹും ഫിദ്ദുനിയാ ഖുസിയുൻ. ഭൂമിയിൽ അവർക്ക് നാണക്കേടും അപമാനവും വരാനുണ്ട്. എപ്പോൾ? അവരുടെ ആളുകൾ അധികാരം വാഴുമ്പോൾ അവർ അപമാനിതരാവുകയാണ്. അതിന് മുഴുവൻ ചോര ഒഴുക്കിയ മനുഷ്യൻ അതിലേക്ക് വിളിക്കപ്പെടേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിവ്. ഒന്നാമൻ അതിന് കാരണക്കാരനായ ആൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു പാർട്ടി എന്നാണ്. ലുഹും ഫിദ്ദുനിയ ഖസി. അള്ളാഹ് പറഞ്ഞത് എത്ര സത്യം. വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം. അവർക്ക് പരലോകത്ത് വളരെ കടുത്ത താങ്ങാനാവാത്ത ശിക്ഷയുമുണ്ട്. അതിപ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ. ഇപ്പോൾ കാണാനുള്ളത് കണ്ടു കഴിഞ്ഞോ? ഞാൻ ഒരു 25 പേരുടെ പേര് വായിക്കാം.
അപമാനിതരായി, നിന്ദ്യരായി, പരിഹാസ്യരായി, വലിയ നഷ്ടം പറ്റിയ ആളുകളുടെ അതിന് നേതൃത്വം. പിന്നെ പല ആളുകളും പശ്ചാത്തപിച്ച്, പള്ളി പണികൾക്ക് നേതൃത്വം നൽകിയ പശ്ചാത്തപിച്ചവർ, മാറാരോഗികളായവർ, അങ്ങനെ ലഹും ഫിദ്ദുനിയ ഖിസി. അപ്പോൾ അള്ളാഹുവിൻ്റെ പള്ളിയെ ബഹുമാനിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, അത് ഞാൻ പറയുമ്പോൾ ആ പള്ളി ഇന്ന് യഥാർത്ഥത്തിൽ പള്ളിയുടെ സ്ഥാനത്ത് ഇന്നൊരു ക്ഷേത്രം വന്നു എന്നാണ് പറയുന്നത്. ക്ഷേത്രം യഥാർത്ഥത്തിൽ രാമൻ്റെ പേരിലും പറയപ്പെടും. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീരുമാനം വളരെ ശ്രദ്ധേയമാണ്. അവർ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുകയുണ്ടായി. മീൻവൈൽ കർണാടക CM സിദ്ധരാമയ്യ വെൽക്കംഡ് ദി കോൺഗ്രസ് പാർട്ടീസ് ഡിസിഷൻ. ഹി സെഡ് ദാറ്റ് ദി പാർട്ടീസ് ഡിസിഷൻ ഈസ് ദെയർ ഡിസിഷൻ ആസ് വെൽ. അവരുടെ തീരുമാനം തന്നെയാണ് പാർട്ടിയുടെ തീരുമാനവും. ദോ ദേ ആർ നോട്ട് ഒപ്പോസ്ഡ് ടു ലോർഡ് രാം. പക്ഷേ രാമൻ്റെ ശത്രുവല്ല ഞങ്ങൾ. രാമൻ്റെ ശത്രുവായതുകൊണ്ടല്ല, രാമൻ്റെ ശത്രുക്കളുടേതാണ് ഈ ക്ഷേത്രം. കാരണം രാമൻ ഒരാളുടെയും പള്ളി പൊളിക്കാൻ ആഹ്വാനം ചെയ്തയാളല്ല. മര്യാദാ പുരുഷോത്തമനായ രാമൻ, ആ രാമൻ ആരുടെയും പള്ളി പൊളിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ രാമൻ്റെ ശത്രുവല്ല. ആൻഡ് ദേ റെസ്പെക്ട് ആൻഡ് വർഷിപ്പ് ഹിം ആൻഡ് ഓൾസോ ബിൽറ്റ് റാം ടെമ്പിൾസ്. ധാരാളം രാമക്ഷേത്രങ്ങൾ ഞങ്ങൾ പണിതിട്ടുണ്ട്. രാമനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ദേ ഒപ്പോസ് ദി പൊളിറ്റിസൈസേഷൻ ഓഫ് ദി ഡയറ്റി. ഭക്തിയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോടാണ് അവരുടെ എതിർപ്പ് എന്ന് പറഞ്ഞ സിദ്ധരാമയ്യ എന്ന കർണാടകയുടെ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ നിലപാടും സോണിയാഗാന്ധിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെയും ഖാർഗെയുടെയും അധീർ രഞ്ജൻ ചൗധരിയുടെയും നിലപാടുകൾ ഏതായാലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഇന്ത്യ രാജ്യത്ത് പ്രതീക്ഷ ഉണർത്തുന്ന മതേതരമായൊരു നിലപാടാണ്. രാമനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, പക്ഷേ ഇത് രാമൻ്റെതല്ല, ഇത് രാഷ്ട്രീയ രാമനാണ്. ആ രാമനോടല്ല ഞങ്ങളുടെ ആദരം. എന്നിട്ട് അവർ പറയുകയുണ്ടായി, സിദ്ധരാമയ്യ സെഡ് ദാറ്റ് ദി BJP ഹാസ് മെയ്ഡ് ലോർഡ് റാം എ പൊളിറ്റിക്കൽ ഇഷ്യൂ. അത് രാഷ്ട്രീയ സമസ്യയാക്കി. ആൻഡ് മെയ്ഡ് ദി ലോർഡ് എ പൊളിറ്റിക്കൽ പ്രോപ്പർട്ടി. ഒരു രാഷ്ട്രീയ അവകാശമാക്കി അവർ കൊണ്ടു നടക്കുകയാണ്. ബൈ കൺവേർട്ടിങ് എ റിലീജിയസ് പ്രോഗ്രാം ഇൻ ടു എ പൊളിറ്റിക്കൽ പ്രോഗ്രാം ഓഫ് എ പാർട്ടി. ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയാക്കി. PM നരേന്ദ്രമോദി ആൻഡ് സംഘ് പരിവാർ വേർ ഡിസ്റെസ്പെക്റ്റബിൾ ടു ശ്രീരാമ. രാമനെ അനാദരിച്ചിരിക്കുന്നു. അതാണ് നമുക്കും പറയാനുള്ളത്. ആൻഡ് 140 crore പീപ്പിൾസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും നിന്ദിച്ചിരിക്കുന്നു. രാമന് വേണ്ടി ഒരു സമൂഹത്തിൻ്റെ ആരാധനാലയം, സുപ്രീം കോടതി പോലും അവിടെ ക്ഷേത്രമില്ലായിരുന്നു എന്ന് തെളിച്ചു പറഞ്ഞ, വിധിപ്രസ്താവത്തിൽ തെളിച്ചു പറഞ്ഞ ക്ഷേത്രമില്ലായിരുന്നുവെന്ന് 25 വർഷത്തെ അന്വേഷണത്തിന് ശേഷം വിധിയിൽ ഗതികേടുകൊണ്ട് ആ വിധിയിൽ ഒപ്പുവെച്ച ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സംഘർഷ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ വിധി പറഞ്ഞതാണെന്ന്. സംഘർഷം സൃഷ്ടിച്ചതാരാ? ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ സംഘർഷം സൃഷ്ടിച്ച് സുപ്രീം കോടതിയെ സമ്മർദ്ദത്തിലാക്കി വിധി സ്വന്തമാക്കിയതാണ് എന്ന് ചീഫ് ജസ്റ്റിസും വെളിപ്പെടുത്തുന്നുണ്ട്. അവരും പറഞ്ഞു അവിടെ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടില്ല. പൊളിച്ചതാണെങ്കിലല്ലേ അത് രാമക്ഷേത്രം പണിയാൻ യോഗ്യമാവുകയുള്ളൂ. പൊളിച്ചതല്ലാത്ത പള്ളി പൊളിച്ചാൽ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയലാണ്. പള്ളി പൊളിച്ച് ക്ഷേത്രം പണിതാൽ ഭക്തനായ ഒരു ഹിന്ദുവിനും ഒരിക്കലും അതിൻ്റെ ഭാഗമാകാൻ. ഹി സെഡ് ദാറ്റ് ദേ റെസ്പെക്ട് ദി ഹിന്ദു റിലീജിയൻ ഫോളോഡ് ബൈ മഹാത്മാഗാന്ധി പിന്തുടർന്ന ഹിന്ദു മതത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. സ്വാമി വിവേകാനന്ദ പിന്തുടർന്ന മതത്തെ, ഗ്രാൻഡ് ആൻഡ് മെനി ഗ്രേറ്റ് പീപ്പിൾ ഓഫ് ദി കൺട്രി. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ചിക്കാഗോയിൽ പോയി മഹാനായ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ രാമൻ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഇഫ് ദ ഹിന്ദു ഫെനാറ്റിക്, അദ്ദേഹം പറയുകയുണ്ടായി, മാർക്ക് ദിസ്, ദേ ആർ ഓൾവേസ്, ഹിന്ദുക്കളെക്കുറിച്ച് ഓൾവേസ് ഫോർ പണിഷിങ് ദെയർ ഓൺ ബോഡീസ്, സ്വന്തം ദേഹത്തെ അനാവശ്യമായി ശിക്ഷിക്കുന്ന, ആത്മപീഡ നടത്തുന്നവരാണെന്ന് അവരെക്കുറിച്ച് പരാതി പറയും. ആൻഡ് ഫോർ കട്ടിങ് ദി ത്രോട്ട്സ് ഓഫ് ദെയർ നെയ്ബർ. പക്ഷേ അവരൊരിക്കലും അയൽക്കാരൻ്റെ കഴുത്ത് കണ്ടിച്ചുകൊണ്ട് അന്യപീഡ നടത്താറില്ല, സ്വയം പീഡയെ നടത്താറുള്ളൂ. ഇതാണ് ഹിന്ദു എന്ന് സ്വാമി വിവേകാനന്ദൻ വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇഫ് ദ ഹിന്ദു ഫെനാറ്റിക്, ഒരുപക്ഷെ ഒരു ഉന്മാദിയായ ഹിന്ദു അവനെ കൊണ്ടുപോയി ഓൺ ദി ഫയർ, ചിതയിൽ ഒടുക്കുന്നുണ്ടാകാം. പക്ഷേ ഹി നെവർ ലേസ് ദി ഫയർ ഓഫ് ഇൻക്വിസിഷൻ, അന്യരുടെ മതത്തെ നിന്ദിച്ചുകൊണ്ട് തീ ഇളക്കി വിടാറില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ അന്യമത നിന്നുകൊണ്ട് പള്ളി പൊളിച്ച് തീ ഇളക്കി വിടുന്നവർ ഹിന്ദുവിൻ്റെ രാമൻ്റെ ആളല്ലെന്ന് വിവേകാനന്ദൻ ലോകോത്തര ഹിന്ദു പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ക്ഷേത്രം ഹിന്ദുവിൻ്റേതല്ല, രാഷ്ട്രീയ രാമനാണ് എന്ന് വളരെ കൃത്യമായി കോൺഗ്രസ് പറഞ്ഞതും വിവേകാനന്ദൻ പറഞ്ഞതുമൊക്കെ നമുക്ക് ഈ സന്ദർഭത്തിൽ ചേർത്ത് വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ പറഞ്ഞതെന്തിനാണ്? ഈ ബഹുമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ലോകത്ത് അതിൻ്റെ നിന്ദ്യത അനുഭവിക്കേണ്ടി വരും, അപകടമുണ്ടാകും. ആദരിക്കേണ്ടതിനെ ആദരിക്കണം,
അതുകൊണ്ട് അള്ളാഹു തആല പള്ളികളെ ബഹുമാനിച്ചു. അതിനെ അനാദരിച്ചവർക്ക് മഹാനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്നിട്ട് ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു കാക്ക വന്നിട്ട് സുപ്രീം കോടതി അയാളുടെ ആർക്കിയോളജിക്കൽ സർവേ നടത്തിയിട്ട് താജ്മഹൽ പോലും ഹിന്ദു ക്ഷേത്രമാണെന്ന് പറയാൻ അങ്ങനെ ചില ആളുകളെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകളൊന്ന് തൊട്ടുകൊടുത്താൽ എല്ലാം ശുദ്ധമാകും, എല്ലാം ഹൈന്ദവമാകും. പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുത്താൽ തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുക്കാമെന്ന് പണ്ടൊരു ചൊല്ലുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു കാക്കായെ കൊണ്ട് തൊടിയിച്ചെടുത്താൽ എല്ലാം ന്യായീകരിക്കപ്പെടുമെന്ന വിധത്തിൽ ഒരു മുഹമ്മദ് വന്നിരുന്ന് പറയുകയാണ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. സുപ്രീം കോടതി 25 കൊല്ലം ഇവൻ്റെയൊക്കെ തെളിവുകളെ തോട്ടിലെറിഞ്ഞതാണ്. എന്നിട്ടും ഇപ്പോഴും വന്നിരുന്ന് നാണമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം മുസ്ലിം നാമധാരികളാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശല്യം, പുറത്തുള്ളവരല്ല. കോൺഗ്രസ്സിലെ ഹിന്ദുക്കളാണ് അന്തസ്സുള്ള നിലപാടെടുത്തത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും മുസ്ലിമീങ്ങൾ അന്തസ്സുള്ള നിലപാടെടുത്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും മുസ്ലിമീങ്ങൾ ഇത്രയും അന്തസ്സുള്ള നിലപാടെടുത്തിട്ടില്ല. അതിനേക്കാൾ അന്തസ്സുള്ള നിലപാട് ഇന്ത്യയിലെ മതേതര ബോധമുള്ള ഹിന്ദുക്കളാണ് എടുക്കുന്നത്. സ്വാമി വിവേകാനന്ദനെ സ്നേഹിക്കുന്ന, ഭഗവാൻ കൃഷ്ണനെ സ്നേഹിക്കുന്ന, ആരെയും അപഹരിക്കരുത് പിടിച്ചുപറിക്കരുതെന്ന് പഠിപ്പിച്ച ഭഗവാൻ കൃഷ്ണനെ ബഹുമാനിക്കുന്ന ഭക്തരായ ഹിന്ദുക്കൾ അവർ തീർച്ചയായും കൃത്യമായ നിലപാടുകളിലാണ്. അപ്പോൾ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക, ഇല്ലെങ്കിൽ ദുരന്തം വരും. ഇതിൻ്റെയൊക്കെ ദുരന്തം ഇനി വരാൻ പോവാ. ഞാൻ പറയുന്നില്ല. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ അവിടെ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പായിട്ട് ലത്തൂർ, കില്ലാരി സ്ഥലങ്ങളിൽ പരിശീലനം നടത്തി. 1,00,000 പേരെ അവിടെ പരിശീലനം നടത്തി. അന്ന് അവിടെ എഴുതി വെച്ചിരുന്ന ബാബരി മസ്ജിദ് തോടെങ്കിൽ മന്ദിർ ഹംബനായെങ്കിൽ അവിടെ വൈകാതെ ഒരു വലിയ ഭൂകമ്പം വന്നു. നിങ്ങൾ കണ്ടില്ല, 1,00,000 പേർ മണ്ണിനടിയിൽ പോയാൽ. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കെട്ടിടങ്ങളും തകർന്നു, ഒരു പള്ളി മാത്രം ബാക്കിയായി. അന്ന് നമ്മൾ പത്രങ്ങളിൽ കണ്ടതാണ്. ആ നാട്ടക്കുറി മാത്രം ബാക്കി. ബാബരി മസ്ജിദ് തോടെങ്കിൽ മന്ദിർ ഹംബനായെങ്കിൽ 1,00,000 ആളുകൾ മണ്ണിനടിയിൽ. രാജ്യത്തിന്, ജനങ്ങൾക്ക് ദുരന്തം വരുത്തുകയാണ് ഈ ദുഷ്ടപിശാചുക്കൾ. ഇവർ ക്ഷേത്രമല്ല പണിയുന്നത് എന്ന് പറയാതെ തരമില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് ഭക്ത ഹിന്ദുക്കളുടെ ചങ്കിലാണ് ഇവർ കുത്തുന്നത്. രാഷ്ട്രീയ രാമനെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിമീങ്ങളില്ലെങ്കിലും എന്നത് വളരെ ശുഭോദർക്കമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സന്ദർഭത്തിൻ്റെ പ്രാധാന്യം വെച്ച് ഞാൻ പറയട്ടെ. വസ്തഫാമിന ഷുഹൂര് റമളാൻ, അള്ളാഹു തആല മാസങ്ങളിൽ തിരഞ്ഞെടുത്ത് റമദാനെ ആദരിച്ചു. ഞാനിത് പറഞ്ഞു വന്നത്, ആഴ്ചയിൽ അള്ളാഹു തആല വെള്ളിയാഴ്ചയെ ആദരിച്ചു. വസ്തഫാമിന ലയാലി ലൈലത്തുൽ ഖദറിനെ ആദരിച്ചു. ആദരിച്ചതിനെ ഒന്നും നിന്ദിക്കരുതേ എന്ന് പറയാനാണ്. റജബാഗതമായിരിക്കുന്നു അള്ളാഹു ആദരിച്ച പരിശുദ്ധ മാസം. ഇതെന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? ഈ സമയത്ത് അറിയാതെ അനാദരവ് വന്നിട്ട് നാളെ വെറുതെ തലതല്ലി കീറരുത്, പടച്ചോനെ ഒന്നും ശരിയാകുന്നില്ല എന്ന്. ആദരിക്കേണ്ട മാസങ്ങളിൽ ഏതെങ്കിലും ആരാധനകൾ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കാതെ പോയാൽ അതിൻ്റെ കെടുതികൾ നാളെ കാത്തിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അരുതായികകളും ഹറാമുകളും നമ്മൾ നിർബാധം ഈ മാസത്തിൽ അറിയാതെ തുടർന്നു പോയിട്ട് റജബെത്തിക്കഴിഞ്ഞിരിക്കുന്നു ആദരണീയമായ എന്നറിയാതെ വല്ലതും ചെയ്തു പോയിട്ട് നാളെ നമ്മൾ തലതല്ലി കീറിയിട്ടും നിലവിളിച്ചിട്ടും കാര്യമില്ല. അത് വരാതിരിക്കാനാണ് ദിവസങ്ങളുടെ പ്രാധാന്യം ഓർമ്മയിൽ വരാൻ വേണ്ടി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് റജബ് വന്നാൽ നാളെ വരുന്നു, നാളെ ആഗതമാവുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, റമളാനിൻ്റെ നന്മ കൈവരാൻ വേണ്ടി റജബിലും ഷഅബാനിലും എനിക്ക് കരുതലോടെ ജീവിക്കാൻ ഭാഗ്യം തരണേന്ന്. റജബും ഷഅബാനും മോശമാക്കിയവന് റമളാനിലൊന്നും കിട്ടാൻ പോണില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്പോഴേ ഓർത്തോളുക, ഞാൻ ഇപ്പോഴെന്തെങ്കിലും വന്നു പോയാൽ നാളെ എനിക്ക് വലിയ ദുരന്തം വരും, എനിക്കൊന്നും വേണ്ട പോലെ ആവില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിന് വലിയ ബഹുമാനം നമ്മൾ കൊടുക്കണം. ബഹുമാനം കൊടുക്കുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത്. അത് നൽകാത്തവരെല്ലാം ഈ ലോകത്ത് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, വലിയ അപകടങ്ങളിൽ ആപതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലോ ആഖിറത്തിലോ ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളെയും അതിജീവിക്കണമെങ്കിൽ, ഇബ്ലീസിന് പറ്റിയ ആ വലിയ ദുരന്തത്തിൽ നമ്മളകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, ആദരിക്കേണ്ടവരെ അനാദരിച്ചുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും നമ്മളെ നാളുകളിൽ നിന്ദിക്കുന്ന, അനാദരിക്കുന്ന, വെല്ലുവിളിക്കുന്ന, അവരുടെ പേരിൽ നാം കണ്ണീർ കുടിക്കുന്ന ഗതികേട് വരാതിരിക്കണമെങ്കിൽ ആദരിക്കാൻ പഠിപ്പിക്കുക. വ്യക്തികളെയും അതുപോലെ തന്നെ സ്ഥലങ്ങളെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളെയും പള്ളികൾ പോലെ മാസങ്ങളെയും സമയങ്ങളെയും ബഹുമാനിക്കണമെന്ന ബോധം ഉള്ളിലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇതേതാണ് സമയമെന്ന ഒരു ഓർമ്മയിലായിരിക്കണം നമ്മുടെ ഓരോ നമസ്സമയം കടന്നു പോകുന്നത്. സുബഹിയുടെ സമയം, മഗ്രിബിൻ്റെ സമയം, വിലപ്പെട്ട സമയങ്ങൾ, ഇതേതാണ് സമയം? എന്തെങ്കിലും അരുതായിക മനസ്സിൽ തോന്നിയാൽ ഈ സമയത്ത് പറ്റുമോ? ഇതേതാണ് സമയം? ഇത് റജബാണ്, ഇപ്പോൾ എനിക്ക് പാടുണ്ടോ? പ്രത്യേകിച്ചും
എന്നാലോചിച്ച് നമുക്ക് ഓരോ സമയബോധം നന്മകൾക്ക് വിരുദ്ധമായതൊന്നും ആ സമയങ്ങളിൽ വന്നു പോകാതിരിക്കാൻ ആവശ്യമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ ആദരവുള്ള മനസ്സുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടുകയും അവൻ പുരസ്കരിക്കപ്പെടുകയും അവൻ്റെ ഭാവി ഭാസുരമാവുകയും ചെയ്യും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക.